ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ ജിമ്മിലേക്ക് നിങ്ങളെയും കൊണ്ടുവരാമെന്ന്. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്, ജിമ്മിൽ പോയിട്ട് ഏത് എക്യുപ്മെൻറ്റാണ് യൂസ് ചെയ്യുക, എങ്ങനത്തെ വർക്കൗട്ടാണ് ചെയ്യുക എന്നറിയാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എൻ്റെ പേരാണ് രശ്മി. വെൽക്കം ബാക്ക് ടു ഫിറ്റ് മല്ലു മോം ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഫുൾ ഡേ ആണ്. അതായത് ഞാൻ എൻ്റെ വർക്കൗട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ പുഷ്, ലെഗ്, പിന്നെ റെസ്റ്റ്, പിന്നെ എനിക്കൊരു ഫുൾ അപ്പർ ബോഡി, പിന്നെ ഒരു ലെഗ്, അങ്ങനെയാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാർഡിയോയും കൂടി ഈ ആഴ്ചയുള്ളിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അത് പലപ്പോഴും പാളാറുണ്ട്. ബട്ട് സ്റ്റിൽ ഐ കീപ് ട്രൈയിങ് ടു ഇൻക്ലൂഡ് ദാറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ ആണ്. അതായത് ഞാൻ എൻ്റെ ബാക്ക് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാത്തിനും ഞാൻ വാമപ്പാണ് ചെയ്യുന്നത്. വാമപ്പിൽ നമ്മളെപ്പോഴും CNSനെ, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ നമ്മളൊന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ്. അതായത് അത് മൊത്തം ബ്ലഡ് നമ്മുടെ വിസറൽ ഓർഗൻസിലോട്ടായിരിക്കും അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ബാക്കിയുള്ള മസിൽസിലോട്ട് നമ്മൾ തന്നെ അതിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും വാമപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഡെഡ് ബഗ്സ് ആണ്, കോറൊന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിലേക്കുള്ള കുറച്ച് വാമപ്സ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസ് ബാൻഡ് എടുത്തിട്ട് ബാക്കിലോട്ട് ആക്കുക. ഇത് ഞാൻ ഷോൾഡർ വാമപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പുള്ളി ചെയ്യുമ്പോൾ എപ്പോഴും ഷോൾഡർ ഗേർഡിൽസും ഫുൾ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷോൾഡർ വാമപ്പിന് എപ്പോഴും നല്ലതാണ്. പിന്നെ ബാക്കത്തെ മസിൽസ് ഒന്ന് നമ്മൾ ജസ്റ്റ് വാമപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്ലഡ് ഫ്ലോ കുറച്ചും കൂടി ആ മസിൽസിലോട്ട് വരും. പിന്നെ ഫുൾ ബോഡിയെ നമ്മളൊന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജമ്പിങ് ജാക്സോ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്സ് നിങ്ങൾക്ക് നടക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ സ്പൈൻ റൊട്ടേഷനും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇരുന്ന് എപ്പോഴും സ്പൈൻ റൊട്ടേഷൻ ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആ സ്പൈനിൻ്റെ മസിൽസ് റൊട്ടേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യില്ല. ഇൻസ്റ്റഡ് ഹിപ്പ് എക്സ്റ്റൻഷനായിരിക്കും യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇരുന്ന് ബിഗിനറിന് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ലാറ്റ് പുൾ ഡൗൺ ആണ്. അതായത് ഈ ലാറ്റ് പുൾ ഡൗൺ എന്ന് പറയുന്നത് ഒരു കേബിൾ മെഷീൻ. അപ്പോൾ ഈ വലിയ ബാറാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് ഇതാണ് നല്ലത്. അപ്പം എന്നിട്ട് നമുക്ക് പറ്റുന്ന വെയിറ്റ് നമ്മൾ ഇടുക. അപ്പോൾ ആദ്യം ഒരു ലൈറ്റർ വെയിറ്റ് ഇടുക വാമപ്പ് സെറ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബിഗിനർ ആകുമ്പോൾ തുടക്കത്തിൽ കുറച്ചിടും. അപ്പോൾ ഇതിൽ ഒരു 10 കിലോ പൊന്തിക്കുന്നുണ്ടോ, അതെന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഈ സാധനം ഹൈറ്റ് ജാസ്തിയാണെങ്കിൽ, സാധനം ഇവിടെ, അതായത് ഈ ബാർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഹൈറ്റ് ജാസ്തിയാണെങ്കിൽ നമുക്കതിനെ ഒന്ന് പുള്ളി ചെയ്തിട്ട് കാണാം. ശരിക്കും ഒരു ബാറിൻ്റെ പൊസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റിലാണ് ഉണ്ടാവുക, ഇത്രയും ഹൈറ്റിലാണ് ഉണ്ടാവുക. നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് താഴ്ത്തി വെക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെയിറ്റ് നമ്മൾ ഇടുക. അപ്പോൾ നമുക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ ഇങ്ങനെ ഞാൻ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള വെയിറ്റ് ഇടുക. എന്നിട്ട് നമ്മൾ ഈ 2 ഇതിലോട്ട് നമ്മൾ പ്രോനേറ്റഡ് ഗ്രിപ്പാണ് നമ്മൾ പിടിക്കുന്നത്. അതായത് നമ്മുടെ പാംസ് രണ്ടും ഇങ്ങനെയായിരിക്കും നമ്മൾ പിടിക്കുക. തംസ് ഔട്ടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷോൾഡറിന് കുറച്ച് വൈഡറായിട്ട് നമ്മൾ പിടിക്കുക. അപ്പോൾ ഇത് ഫുൾ ബാക്ക് എക്സസൈസ് ആട്ടോ. ലാറ്റ് മാത്രമല്ല, കംഫർട്ടബിൾ വെയിറ്റ് ഇടുക ആദ്യം ബിഗിനേഴ്സിന്. അപ്പോൾ നമ്മൾ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ പോകാൻ നമ്മൾ ശ്രമിക്കണം. വൈഡറായിട്ട് പിടിച്ചു. ഓക്കെ, പ്രോനേറ്റഡ് ഗ്രിപ്പ്. ഓക്കെ, ബാക്ക് എത്ര പോകണോ അത്രയും. ഓക്കെ, ഇവിടെ കുറച്ച് നേരം നിന്നാലും കുഴപ്പമില്ല, മെല്ലെ വിടുക. ഓക്കെ, അഗൈൻ ഇങ്ങനത്തെ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ 10 to 12 റെപ്സ് ചെയ്യാം. 12 ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ നിങ്ങൾക്കൊരു ബേൺ കാണും. നിങ്ങൾ തുടക്കമാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൈയും വേദനിക്കും. സോ നമുക്ക് വേണമെങ്കിൽ കയ്യിൽ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹാൻഡ്സ്, ഗ്ലൗസ് ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലാറ്റ് പുൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മെയിനായിട്ട് ഔട്ടർ ലാറ്റിനും പിന്നെ അപ്പർ ബാക്കിനും ആണ് നിങ്ങൾക്ക് കൂടുതൽ ആക്ടിവേഷൻ കിട്ടുന്നത്. ഇവിടെ ഷോൾഡർ അഡക്ഷൻ ആണ് പ്രൈമറി മൂവ്മെൻറ്റ് നടക്കുന്നത്. കുറച്ച് എൽബോ ഫ്ലെക്ഷനും നടക്കുന്നുണ്ട്. ബൈസെപ്പിന് കുറവാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഹാൻഡിൽ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഈ ഹാൻഡിലായിരിക്കില്ല, ബട്ട് വേറെ ഹാൻഡിലായിരിക്കും. എന്നാലും ഇത് ഈക്വലി ഇഫക്റ്റീവാണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മുടെ ബോഡി മൂവ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ലാറ്റ്സിനും പിന്നെ നമ്മുടെ ബൈസെപ്സും ഇതിൽ നമ്മൾ യൂസ് ചെയ്യും. ലാറ്റ്സ് എന്ന് വെച്ചാൽ പ്രൈമറി മസിൽസ്. അപ്പോൾ ഒരു ബിഗിനറിൽ ഇതും സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വെയിറ്റ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് 10 to 12 റെപ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഫെയിലിയർ എത്തണം. അതായത് നിങ്ങൾക്കത് പുൾ ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിൽ എത്തണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല ആക്ച്വലി സീറ്റുകൾ.
തമ്പ് അഗെയിൻ ഔട്ട്. നമ്മൾ മാക്സിമം നമ്മൾ ബാക്കിലോട്ട് നമ്മൾ അതുപോലെ കൈ ഇങ്ങനെ ഓക്കെ ഇതിങ്ങനെ തമ്പ് ഔട്ട് പിടിച്ചു. ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്പൈൻ ന്യൂട്രൽ ആയിരിക്കണം. പിന്നെ നമ്മുടെ ഷോൾഡർ താഴോട്ട് നമ്മൾ ഒന്ന് താഴത്തേക്ക് ആക്കി വെക്കണം. ഓക്കെ, ബോഡി നമ്മൾ ഇങ്ങനെ പോകാൻ പാടില്ല കേട്ടോ. ബോഡി ഇവിടെ തന്നെ നിൽക്കണേ. കൈയാണ് ഫുൾ ബാക്ക്, ഫുൾ ഔട്ട്. റേഞ്ച് ഓഫ് മോഷൻ കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഷോൾഡർ ഷ്രഗ് ചെയ്യരുത്. പിന്നെ നമ്മൾ എൽബോസ് ആണെങ്കിലും നന്നായിട്ട് നമ്മൾ ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ആ ഷോൾഡർ ബ്ലേഡ്സ് അങ്ങ് സ്ക്വീസ് ചെയ്താണ് ലാറ്റ്സ് നമുക്ക് ഇഫക്റ്റീവായി കിട്ടുള്ളൂ. ആദ്യമൊക്കെ ചിലപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് മസിൽസ് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഡോണ്ട് വറി, ഇവൻച്വലി നിങ്ങൾ ചെയ്ത് നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് എക്സസൈസ്, സീറ്റഡ് റോ ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസിലോട്ട് പോകാം നമുക്ക്. ഇനി പുൾ ഡേയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള എക്സസൈസ് എന്ന് പറയുന്നത് ഡംബൽ റോ ആണ് കേട്ടോ. ഡംബൽ റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഇവിടുത്തെ ഈ മസിൽസൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ബിഗിനേഴ്സിന് ഡംബൽ വെച്ചിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ബാർബെല്ലിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ എക്സസൈസ് ചെയ്യാൻ നോക്കാം. ഡംബൽ വെക്കുക, നല്ല വൈഡ് സ്റ്റാൻസ് വയ്ക്കുക. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റേഞ്ച് ഓഫ് മോഷൻ കൂടുതൽ കിട്ടും കേട്ടോ. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ മോഷൻ. അതായത് താഴ്ക്കൊണ്ടുവന്നു ഇത് ഇങ്ങനെ നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുക ചെയ്യണം. സ്കൂപ്പ് ചെയ്തിട്ട് നമ്മുടെ വാരിയലിലോട്ട് ഇങ്ങനെ ഇട്ടിക്കുന്ന പോലെ. ഓക്കെ, ഡംബൽ സ്മെല്ലായിരിക്കണം മൂവ്മെൻറ്റ്. ഓക്കെ, ഇങ്ങനെ വീശിയിട്ട് കാര്യമില്ല, നമുക്ക് മസിൽ നമുക്ക് അറിയില്ല. ഓക്കെ, വീശരുത്, സ്ലോ ആയിട്ട് നമ്മൾ മുകളിലോട്ട് കൊണ്ടുവരാം. പ്രസ് ചെയ്യുക, താഴോട്ട് എടുക്കാം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മുടെ ഷോൾഡർ ബ്ലേഡ്സ് നന്നായി സ്ക്വീസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ താഴോട്ട് വിടുമ്പോൾ വളരെ കൺട്രോൾഡ് വേണം വിടാൻ. ഓക്കെ, ഇപ്പോൾ ഡംബലോട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും മസിൽ ഇംബാലൻസസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഒരു ഭാഗം സ്ട്രോങ്ങർ ആണെങ്കിൽ അത് നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡംബലാണ് ബിഗിനേഴ്സിന് പ്രിഫർ ചെയ്യുക ഓവർ ബാർബൽ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം ഫേസ് പുൾസ് എങ്ങനെ ചെയ്യാം. ഫേസ് പുൾസ് നമ്മൾ ചെയ്യുന്നത് റെയർ ഡൽസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മുടെ പോസ്ചർ ശരിയാകാനും ഈ എക്സസൈസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളെപ്പോഴും ഇരുന്ന് ചെയ്യുന്ന ജോലികളല്ലേ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആവും നമ്മുടെ പോസ്ചർ. അപ്പോൾ അത് ഇങ്ങനെ ആക്കാൻ വേണ്ടി നമുക്ക് ഈ എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നത് ഇതൊരു കേബിൾ മെഷീനിലാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. താഴത്തേക്കാണെങ്കിൽ പുള്ളി വയ്ക്കുന്നത് മുകളിലേക്കാക്കിയിട്ട് ഏകദേശം ഒരു തലയുടെ ഹൈറ്റിൻ്റെ അവിടെയൊക്കെ കുറച്ച് മുകളിലാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് നോക്കാം വലിക്കുമ്പോൾ ചെയ്യുമ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് യൂസ് ചെയ്യുന്ന ലോങ് റോപ്സ് ആണ്. ലോങ് റോപ്സ് കണക്ട് ചെയ്യാം. വെയിറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇതിലോട്ട് ആക്കാം. ഓക്കെ, ഇതിൻ്റെ ഹോൾഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇതിനെ പിടിക്കാം. ഓക്കെ, സൈഡായിട്ട് ഇങ്ങനെ സൈഡിലേക്കായിട്ട് തംസ് പോയിൻറ്റഡ് ഔട്ട്. ഓക്കെ, അപ്പം നല്ലൊരു ഡിസ്റ്റൻസ് പുറത്തേക്ക് നിൽക്കുക. ഇത് പുൾ മുഖത്തേക്ക് ഇങ്ങനെ പിടിക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ വലിക്കുമ്പം എൽബോസ് നന്നായിട്ട് ബെൻഡായിട്ട് പിന്നിലുള്ള നമ്മുടെ ഷോൾഡർ ബേസ് നന്നായിട്ട് കോൺട്രാക്റ്റ് ആവണം. പിന്നെ നമ്മുടെ നെക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്യരുത്. പിന്നെ നമ്മൾ ഹെവി വെയ്റ്റ്സ് എടുക്കാൻ പാടില്ല. നമുക്ക് കംഫർട്ടബിൾ ആയ വെയിറ്റ് മാത്രം നമ്മൾ മൂവ്മെൻറ്റ് ആദ്യം പഠിക്കാൻ വേണ്ടി ചെയ്യുക. പിന്നെ വിടുമ്പോഴും മെല്ലെ വിടുക. നിങ്ങളുടെ ലാസ്റ്റ് ഫുൾ എക്സസൈസ് ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 4 ഫുൾ എക്സസൈസ് ചെയ്തു. അപ്പോൾ എവറി എക്സസൈസ് നിങ്ങൾ 3 സെറ്റ്സ് ചെയ്യണം. 10 to 12 റെപ്സ് നിങ്ങളുടെ കംഫർട്ടബിൾ വെയിറ്റിലിട്ടിട്ട് നിങ്ങൾ ബിഗിനർ ലെവലാണെങ്കിൽ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മസിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ മാത്രം വെയിറ്റ് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആംസിനാണ്, അതായത് ബൈസെപ്സ് ഒക്കെ പെട്ടെന്ന് വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യരുത്. 2 എക്സസൈസേ ഉള്ളൂ ബൈസെപ്പിന്, പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഓക്കെ, കമാ. ഞാൻ ബൈസെപ്സ് എപ്പോഴും ചെയ്യാറ് ഡബിൾസ് വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്ന സുപ്പീരിയർ ബൈസെപ്പ് കേൾസ് ആണ്. ഇത് ചെയ്യുന്ന ഷോർട്ട് ഹെഡ് ഓഫ് ബൈസെപ്സിന് വേണ്ടിയിട്ടാട്ടോ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓരോന്ന് നമ്മൾ എടുക്കുമ്പോഴും മറ്റേത് നമ്മൾ എൻഗേജ് ആയിട്ട് വെക്കണം. ഇങ്ങനെ ലൂസായിട്ട് നമ്മൾ ഇങ്ങനെ ലൂസായിട്ട് ട്രെയിനിട്ടുണ്ടെങ്കിൽ ഇതിൽ ടെൻഷൻ പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇത് കേളിയാണെങ്കിൽ
ഈ കൈ കുറച്ച് കണ്ടോ, എൻ്റെ കൈ ഇതിങ്ങനെ ആയിരിക്കരുത്, ഇങ്ങനെ ആയിരിക്കണം. ഇത് താഴ്ത്തി കഴിഞ്ഞിട്ട് ഇത് കണ്ടോ കുറച്ച് എൻഗേജ്ഡ് ആയിരിക്കും. എന്നിട്ട് ഇത് ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടിലും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ബിഗിനറിന് എപ്പോഴും ഡംബലാണ് നല്ലത്, കാരണം എന്തെങ്കിലും ഇംബാലൻസസ് ഉണ്ടെങ്കിൽ ഡംബൽ കൊണ്ടത് ശരിയായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബൈസെപ്പ് കേൾസ് വിത്ത് ഡംബൽസ്. ഓക്കെ, എപ്പോഴും നമ്മൾ ഏതൊരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വാം അപ്പ് സെറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് വാം അപ്പ് സെറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ശരിക്കുള്ള മെയിൻ സെറ്റിലോട്ട് കിടക്കുക. അതൊരു 2 to 3 സെറ്റ്സ് ചെയ്യാം. ബിഗിനേഴ്സ് ആണെങ്കിൽ 2 സെറ്റ്സ് ചെയ്താലും മതി. പിന്നെ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവും, കുറച്ചുകൂടി നിങ്ങൾക്ക് മൈൻഡ് മസിൽ കണക്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ സുപ്പീനിയർ ബൈസെപ്പ് കേൾസ് ചെയ്യുന്നത് നമ്മുടെ ഷോർട്ട് ഹെഡ് ഓഫ് ബൈസെപ്സിന് വേണ്ടിയിട്ടാണ്. ഇനി ലോങ് ഹെഡ് ഓഫ് ബൈസെപ്സിന് വേണ്ടി നമ്മൾ ന്യൂട്രൽ ഗ്രിപ്പ് വെച്ചിട്ട് ഒന്ന് ബൈസെപ്പ് കേൾസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് അത് ചെയ്യുക. ഓരോന്നായിട്ട് ചെയ്യാം. ബിഗിനേഴ്സിന് ഓരോന്നായി ചെയ്യുന്നത് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ആ മസിൽ എൻഗേജ് ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സെയിം റൂൾ അപ്ലൈസ് ഹിയർ ആസ് വെൽ. അതായത് നിങ്ങൾ ഒരെണ്ണം ഹോൾഡ് ചെയ്ത് വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ടെൻഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ലൈറ്റ് വെയ്റ്റ്സ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഇഫക്റ്റീവായിരിക്കും. ചില ജിമ്മിൽ നമുക്ക് കുറച്ച് ഈ ഇടയിലുള്ള വെയ്റ്റ്സ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇങ്ങനത്തെ ഈ ഒരു മെത്തേഡ് നല്ല നിങ്ങൾക്ക് റിസൾട്ട് തരും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഷോർട്ട് ഹെഡ് ഓഫ് ബൈസെപ്സ് ആണ് നിങ്ങൾ ഈ ഒരു എക്സസൈസ് കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 2 എക്സസൈസസ്. ഇനി നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മൂവ്മെൻറ്റ് എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും സെയിം ഇഫക്റ്റാണ് തരുന്നത്. ബട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് ആ മൈൻഡ് മസിൽ കണക്ഷൻ കിട്ടാനാണ് നമ്മൾ ഒരു സിംഗിൾ ആർമിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലാസ്റ്റ് 2 ബൈസെപ്പ് എക്സസൈസസ്. ഇതോടുകൂടി നമ്മുടെ പുൾ ഡേ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ 4 ബാക്ക് എക്സസൈസ്, ഓൾവേസ് നമ്മൾ വലിയ മസിൽസ് വെച്ചിട്ട് മസിൽ ഗ്രൂപ്പ് വെച്ചിട്ടാണ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. എൻഡ് വിത്ത് സ്മോൾ മസിൽ ഗ്രൂപ്പ്സ് ലൈക്ക് ബൈസെപ്സ്, ട്രൈസെപ്സ്, ആബ്സ്. അതൊക്കെ നമ്മൾ എൻഡിലാണ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടാൻ മറക്കരുത്, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ലവ് യുവർ സെൽഫ്, ബൈ ബൈ.